നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ലക്ഷ്യമിട്ട് അമേരിക്കൻ നീക്കം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് മുജ്തബ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ഇറാന്റെ പരമോന്നത നേതാവായ വിവരം ഖമനേയി മരിച്ച വിവരം പോലും മുജ്തബ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇറാൻ ഇപ്പോഴും മുജ്തബ ഖമേനിയുടെ മരണവാർത്ത പുറത്തുവിടാതിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. മുജ്തബയെ കുറിച്ചും അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ കുറിച്ചും കൃത്യമായ വിവരം നൽകുന്നവർക്ക് $10 മില്യൺ ഏകദേശം 92.47 കോടി രൂപ പാരിതോഷികമായി തരുമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎസിന്റെ റിവാർഡ് ഫോർ ജസ്റ്റിസ് പട്ടികയിൽ മുജ്തബയ്ക്കൊപ്പം ഇറാന്റെ ആഭ്യന്തരമന്ത്രിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇടം പിടിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ മുജ്തബ ഖമനേയിക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പെന്റഗണിൽ വെളിപ്പെടുത്തി. ആക്രമണത്തിൽ മുജ്തബയുടെ ശരീരത്തിന് തിരിച്ചറിയാനാകാത്ത വിധം രൂപമാറ്റം സംഭവിച്ചതായും അദ്ദേഹം ചികിത്സയിലാണെന്നുമാണ് US സ്ഥിരീകരിക്കുന്നത്. പിതാവ് അലി ഖമനേയിയുടെ മരണശേഷം അധികാരമേറ്റ മുജ്തബ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പുറത്തുവിട്ട ആദ്യ പ്രസ്താവനയിൽ ശബ്ദമോ ദൃശ്യങ്ങളോ ഇല്ലാതിരുന്നത് അദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥയ്ക്ക് തെളിവാണ് എന്നാണ് US ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ 92.47 കോടി രൂപ എന്ന വലിയ ഈ ഭീമൻ സംഖ്യ ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇറാനിൽ നിന്നുള്ള ജനങ്ങൾ തന്നെ മുജ്തബയുടെ വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം. അതായത് ഇവർക്ക് അറിയേണ്ടത് മുജ്തബ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം മാത്രം അറിഞ്ഞാൽ മതിയാകും. അങ്ങനെ മുജ്തബയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനായി ഇറാനിലെ ജനങ്ങൾ തന്നെ ഒന്നടങ്കം കളത്തിലിറങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇറാന്റെ പക്കൽ ധാരാളം ക്യാമറകളും റെക്കോർഡിംഗ് സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു രേഖാമൂലമുള്ള പ്രസ്താവന മാത്രം പുറത്തുവിട്ടത്? അദ്ദേഹം ഭയന്നിരിക്കുകയാണ്, പരിക്കേറ്റിരിക്കുന്നു, ഇപ്പോൾ ഒളിവിലാണെന്നാണ് ഹെഗ്സെത്ത് പരിഹസിച്ചത്. മുജ്തബ നിലവിൽ കോമയിലാണെന്നും ഒരു കാൽ നഷ്ടപ്പെട്ടെന്നും എന്തിനേറെ മുജ്തബ മരിച്ചുവെന്നും ദ സൺ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന റിപ്പോർട്ടും വരുന്നു. ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ അതീവ സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് എന്ന വാർത്ത വരുന്നു. US ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ പ്രഹരശേഷി 90%, ഡ്രോൺ ആക്രമണ ശേഷി 95% തകർക്കപ്പെട്ടതായി ഈ ഹെഗ്സെത്ത് വ്യക്തമാക്കി. ഏകദേശം 15,000 ശത്രുതാവളങ്ങളെ സഖ്യകക്ഷികൾ ഇതുവരെ തകർത്തു. ഇറാനിയൻ സുരക്ഷാ മേധാവി അലി ലാറിജാനി, പരമോന്നത നേതാവിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹൈജാസി എന്നിവരുടെ വിവരങ്ങളും നൽകുന്നവർക്കും അമേരിക്ക പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സംഘർഷം 3-ാം ആഴ്ചയിലേക്ക് കടന്നതോടുകൂടി ഇറാന്റെ ഭരണസമിതി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ നിരീക്ഷണം കടുപ്പിച്ചിരിക്കുകയാണ്. മുജ്തബ ഖമനേയി ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഇറാനിൽ അധികാര വടവല്യം രൂക്ഷമാകുന്നതായാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. പരമോന്നത നേതാവായി ചുമതലയേറ്റ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുജ്തബ അദൃശ്യനായത് ഭരണകൂടത്തിനുള്ളിൽ വലിയ അനിശ്ചിതത്വത്തിന് കാരണമായിട്ടുണ്ട്. മുജ്തബയ്ക്ക് പകരം IRGCയിലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നും അമേരിക്ക പരിശോധിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർത്തുവെന്ന പെന്റഗണിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇസ്രായേൽ തങ്ങളുടെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുജ്തബയെ കൂടാതെ ലിസ്റ്റിലുള്ള മറ്റ് IRGC കമാൻഡർമാരെ ന്യൂട്രലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സൈബർ ഇന്റലിജൻസ് ഓപ്പറേഷനുകൾക്കാണ് സഖ്യകക്ഷികൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം ഒന്നുമില്ലെങ്കിലും ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി മുജ്തബയുടെ പഴയ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിലെ ആശങ്ക പരിഹരിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത അമേരിക്ക തള്ളിക്കളയുന്നു. ഇറാൻ സൈന്യത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നു. ഇറാന്റെ സൈന്യത്തോട് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തതായും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇവിടത്തെ എണ്ണ ടെർമിനലുകൾ നിലവിൽ സുരക്ഷിതമാണെന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഖാർഗ് ദ്വീപിലെ ടെർമിനലുകളിൽ നിന്നാണ്. ഹോർമോസിലൂടെയുള്ള കപ്പൽ സഞ്ചാരം തടഞ്ഞാൽ ഖാർഗിലെ എണ്ണ ടെർമിനലുകൾ ആക്രമിക്കാൻ മടിക്കില്ല. ഇറാനിൽ ഭരണമാറ്റത്തിന് വെല്ലുവിളികൾ ഉണ്ടെന്നും ട്രംപ് പറയുന്നു. അതേസമയം സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുകയാണ്. ഫെബ്രുവരി 28-ന് സംയുക്ത US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ഖമനേയും മറ്റ് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുജ്തബ ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി സ്ഥാനമേറ്റത്. ആക്രമണത്തിൽ പരിക്കേറ്റതായി വിശ്വസിക്കപ്പെടുന്ന മുജ്തബ ഖമേനി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും വ്യാഴാഴ്ച തന്റെ ആദ്യ പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. മുജ്തബ ഖമേനി പരിക്കേറ്റ അവസ്ഥയിലാണെന്നും മിക്കവാറും വിരൂപനാക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നുമാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ്
ഹെക്സെത്ത അവകാശപ്പെടുന്നത്. പരമോന്നത നേതാവിന് പുറമെ ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി, ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ്, ആഭ്യന്തരമന്ത്രി എക്സദർ മൊമൈനി, ഖമനേയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങളും അമേരിക്ക തേടുന്നുണ്ട്. ഇറാന്റെ നേതൃത്വം ഭൂഗർഭ അറകളിൽ ഭീതിയോടെ ഒളിച്ചിരിക്കുകയാണെന്നും US പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെടുന്നു. വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടന്ന ഒരു റാലിയിൽ പ്രസിഡന്റ് മസൂദ് പസക്കിയാനും വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരഗജിയുമൊപ്പം ലാരിജാനി പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറും ഡിഫൻസ് കൗൺസിൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മറ്റ് 4 ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും വെബ്സൈറ്റിലുണ്ടെങ്കിലും ഇവരുടെ പേരുകളോ ചിത്രങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ല. ലോകമെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന IRGCയുടെ വിവിധ വിഭാഗങ്ങളെ നയിക്കുന്നത് ഈ വ്യക്തികളാണെന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വാദമുണ്ട്. വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലത്തിന് പുറമെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവാസവും നൽകുമെന്ന് US അറിയിച്ചു. US പൗരന്മാരുടെ മരണത്തിന് ഇടയാക്കിയ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികൾ IRGC ആണെന്നാണ് ആരോപിച്ചാണ് അമേരിക്ക ഈ സംഘടനയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ 2020 ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി പ്രസിഡന്റ് ട്രംപിനും മറ്റ് US ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇറാൻ വധശ്രമങ്ങൾ ആസൂത്രണം ചെയ്തതായും വാഷിംഗ്ടൺ ആരോപിക്കുന്നു.